നമ്മളിപ്പോൾ പാരാമെഡിക്കൽ അലൈഡ് ഹെൽത്ത് സയൻസിലുള്ള ഒരുപാട് കോഴ്സുകൾ നമ്മൾ എന്ത് ചെയ്തു, ചർച്ച ചെയ്തു. BPT, BOT, CCT, RCT, അതുപോലെ തന്നെ MLT, MIT ഒക്കെ. ഇനി ഇതിൽ വരാത്ത എന്നാൽ ഒരുപാട് സാധ്യതകളുള്ള ഒരുപാട് ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള ഒരു കോഴ്സ് തന്നെയാണ് ഫാർമസി മേഖല. അതിൽ നമുക്ക് എന്തെങ്കിലും DPharm വരുന്നുണ്ട്, BPharm വരുന്നുണ്ട്, PharmD വരുന്നുണ്ട്, MPharm വരുന്നുണ്ട്. ഇത് ഒരുപാട് ആളുകൾക്ക് ഒരുപാട് കൺഫ്യൂഷൻസ് ഉള്ള ഒരു ഏരിയയാണ്. എന്താണ് DPharm, എന്താണ് BPharm, എന്താണ് PharmD, എന്താണ് MPharm? അപ്പോൾ ഇതിൻ്റെയൊക്കെ സാധ്യതകൾ എത്രത്തോളം എന്നുള്ളത്, അപ്പോൾ ഇതിനെക്കുറിച്ച് സാറേ. അതെ, ഞാൻ ഇപ്പോൾ പറയുന്നത്, ഇപ്പോൾ പലപ്പോഴും ഒരുപാട് കുട്ടികൾ എന്ത് ചെയ്യുന്നുണ്ട്, ഈ വർഷമൊക്കെ നീറ്റൊക്കെ എഴുതിയിട്ട് വേണ്ടത്ര പ്രതീക്ഷ മാർക്ക് കിട്ടാതെ ടെൻഷൻ അടിച്ച് നിൽക്കുന്ന ഒരുപാട് കുട്ടികളുണ്ട്. അവരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ടെൻഷൻ അടിക്കണം എന്തിനാണ്? ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. അതിന് നമുക്ക് അൾട്ടർനേറ്റീവ് ഓപ്ഷൻസ് ഇവിടെ ഉണ്ട്. ലക്ഷങ്ങൾ സാലറി വാങ്ങാൻ പറ്റുന്ന അൾട്ടർനേറ്റീവ് ഓപ്ഷൻസിൽ പെട്ടിട്ടുള്ള കോഴ്സുകളാണ് ഈ ഫാർമസി കോഴ്സുകളൊക്കെ. ഇതിൽ ഏറ്റവും ഇത് വരുന്നത് നമ്മുടെ ഡിപ്ലോമ കോഴ്സ് ഉണ്ട്, DPharm. ഇവർക്ക് നീറ്റ് എഴുതിയിട്ടുള്ള കുട്ടികൾക്ക് ഞാൻ സജസ്റ്റ് ചെയ്യുന്നതല്ല, എന്നാലും നമ്മൾ പറയാം, DPharm എന്ന് പറയുന്നത് അതിൻ്റെ ഡിപ്ലോമ കോഴ്സാണ്. ഡിപ്ലോമ ഇൻ ഫാർമസി എന്നാണ് അതിൻ്റെ ഫുൾ ഫോം വരുന്നത്. അത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മൾ ഫിനാൻഷ്യലി വലിയ സ്റ്റേബിൾ ആയിട്ടുള്ള ഫാമിലിയിൽ നിന്നല്ലാത്ത കുട്ടികൾക്കൊക്കെ പറ്റുന്ന ഒരു കോഴ്സാണ് ഈ DPharm എന്ന് പറയുന്നത്. അതിൻ്റെ ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ, അതിൻ്റെ പോസ്റ്റിങ് കാര്യങ്ങൾ ഓപ്പർച്യൂണിറ്റി വരുന്നത് പിന്നെ നമ്മുടെ ഫാർമസിയിലൊക്കെ നമുക്ക് മരുന്നെടുത്ത് കൊടുക്കാനൊക്കെ പറ്റുന്ന രീതിയിൽ അവിടെ വർക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെ സ്വന്തമായിട്ടൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് DPharm 2 വർഷത്തെ കോഴ്സാണ്. 2 വർഷം ഇത് ഫിനിഷ് ചെയ്തിട്ട് ആ സർട്ടിഫിക്കറ്റ് വെച്ചിട്ട് എന്ത് ചെയ്യണം, മരുന്ന് ഷോപ്പുകളൊക്കെ തുടങ്ങാൻ വേണ്ടി പറ്റും. മരുന്ന് ഷോപ്പ് തുടങ്ങാൻ വേണ്ടിയിട്ട് ഈ DPharm കഴിഞ്ഞിട്ടുള്ള, അറ്റ്ലീസ്റ്റ് DPharm കഴിഞ്ഞിട്ടുള്ള ഒരാളുടെ സർട്ടിഫിക്കറ്റ് ഇല്ലാതെ നമുക്ക് മെഡിക്കൽ ഷോപ്പുകൾ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റില്ല. ഇത്രയൊക്കെയാണ് അതിൻ്റെ പോസ്റ്റിംഗ് വരുന്നത്. ഇനി നമുക്ക് പിന്നെ ലേറ്റർ അവർക്ക് തോന്നുകയാണ് ഇത് അപ്ഗ്രേഡ് ചെയ്യണം എന്ന് തോന്നുകയാണെങ്കിൽ ഇവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, BPharmലേക്ക് അപ്ഗ്രേഡ് ചെയ്യാൻ വേണ്ടി പറ്റും. ബാച്ചിലർ ഓഫ് ഫാർമസിയിലേക്ക് ഈ DPharm അപ്ഗ്രേഡ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റും. അതിന് പറയുന്ന പേരാണ് ലാറ്ററൽ എൻട്രി എന്ന് പറയും. അഥവാ ഡിപ്ലോമ ഇൻ ഫാർമസി കഴിഞ്ഞിട്ടുള്ള ഒരു കുട്ടിക്ക് ബാച്ചിലർ ഓഫ് ഫാർമസി പഠിക്കണമെന്നുണ്ടെങ്കിൽ ലാറ്ററൽ എൻട്രി വഴി ഇവർക്ക് സെക്കൻഡ് ഇയറിലേക്ക് ഡയറക്റ്റ് ഇരുന്നിട്ട് അത് കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടി പറ്റും എന്നുള്ളതാണ്. ഓക്കെ, ഒരു ഫ്രഷറായിട്ടുള്ള ഒരു സ്റ്റുഡൻറ്റിന് BPharm 4 വർഷമാണെങ്കിൽ DPharm കഴിഞ്ഞിട്ട് വരുന്ന ഒരു സ്റ്റുഡൻറ്റിന് BPharm 3 വർഷമായിരിക്കും. ഡയറക്റ്റ് സെക്കൻഡ് ഇയറിൽ നിന്ന് പഠിച്ചിട്ട് അത് BPharm ഫിനിഷ് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, അപ്പോൾ ഡിപ്ലോമ ആണെങ്കിൽ പോലും അവിടെ എന്ത് ചെയ്യുന്നില്ല, അവരുടെ കരിയർ അവസാനിക്കുന്നില്ല. ഇഫ് ദേ വാണ്ട് ദേ കൻ അപ്ഗ്രേഡ് ടു BSc. ഓക്കെ, അപ്പോൾ അതാണ് അതിൻ്റെ ഒന്നാമത്തെ കോഴ്സ് പറയുന്നത്, DPharm ആണ്. രണ്ടാമത് നമുക്ക് പറയാൻ പറ്റും BPharm, ബാച്ചിലർ ഓഫ് ഫാർമസി. BPharm എന്ന് പറയുന്നത് ബാച്ചിലർ ഓഫ് ഫാർമസി, ഇതൊരു ഡിഗ്രി കോഴ്സാണ്. പിന്നെ ഇത് നമുക്ക് 4 വർഷത്തെ കോഴ്സാണ്. ഈ 4 വർഷത്തെ കോഴ്സ് നമ്മൾ പൂർത്തിയാക്കി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, വ്യത്യസ്തമായിട്ടുള്ള മേഖലകളിലേക്ക് നമുക്ക് തിരിയാൻ വേണ്ടി പറ്റും. അതിലൊന്ന് ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ വലിയ വലിയ കമ്പനികളിൽ നമുക്ക് പിന്നെ മരുന്ന് മാനുഫാക്ചറിങ് യൂണിറ്റുകളിലേക്കൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ മേഖലകളിലേക്കൊക്കെ നമുക്ക് തിരിയാൻ വേണ്ടി പറ്റും. പിന്നെ അതുപോലെ തന്നെ ഈ ഫാർമസി റപ്പുമാർ കണ്ടിട്ടുണ്ടല്ലോ, അതൊക്കെ ഈ BPharm കഴിഞ്ഞിട്ടുള്ള ആളുകളാണ് പൊതുവെ വരുന്നത്. പിന്നെ മൂന്നാമത്തത് നമ്മുടെ ഗവൺമെൻറ് സെക്ടറിൽ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. പിന്നെ PSC ഒക്കെ എഴുതിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ആ മേഖലകളിലേക്ക് നമുക്ക് തിരിയാം. ഡ്രഗ് ഇൻസ്പെക്ടറൊക്കെ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, ആ മേഖലയിലേക്കും നമുക്ക് തിരിയാൻ പറ്റും. BPharm ഫിനിഷ് ചെയ്തിട്ടുള്ള ഒരാൾക്ക്. BPharm കഴിഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാം, MPharmനെ കുറിച്ച് ചിന്തിക്കാം. MPharm എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാസ്റ്റർ ഓഫ് ഫാർമസി. നമുക്കറിയാം ഫാർമസി കോളേജുകളിലൊക്കെ പിന്നെ ലെക്ചറായിട്ട് MPharm കഴിഞ്ഞിട്ടുള്ള ആളുകളാണ് ടീച്ചേഴ്സായിട്ട് വരിക. പിന്നെ അതുപോലെ തന്നെ BPharmന് ശേഷം പിന്നെ റിസർച്ചിലൊക്കെ പുതിയ പുതിയ മരുന്ന് കണ്ടുപിടിക്കുന്നതിലും അതുപോലെ തന്നെ പുതിയ മരുന്നുകളുടെ കൂട്ടുകൾ നിർമ്മിക്കുന്നതിലും പിന്നെ അതുപോലെ തന്നെ പുതിയ മാനുഫാക്ചറിങ് യൂണിറ്റൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നതിനൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, BPharm കഴിഞ്ഞിട്ട് MPharm എടുത്ത ആളുകൾക്ക് അതൊക്കെ തുടങ്ങാൻ വേണ്ടി പറ്റും. ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ഇപ്പോൾ ലോകത്ത് തന്നെ മരുന്ന് കയറ്റുമതി ചെയ്യുന്നതിൽ 3-ാം സ്ഥാനത്താണ് ഇന്ത്യക്ക്. ഏറ്റവും ലോ കോസ്റ്റിൽ നല്ല ക്വാളിറ്റി മരുന്നുകൾ ഇന്ത്യയിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് ഇന്ത്യയുടെ പ്രത്യേകത. ലാറ്റിൻ അമേരിക്കൻ കൺട്രീസിലേക്കും US-ലേക്കൊക്കെ ഒരുപാട് എക്സ്പോർട്ട് ഇവിടെ നടക്കുന്നുണ്ട്. അപ്പോൾ നല്ല ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഓരോ വർഷവും 10-15% ജോബ് ഓപ്പർച്യൂണിറ്റീസ് എന്ത് ചെയ്യുന്നുണ്ട്, ഇൻക്രീസായി വരുന്നുണ്ട് ഈ മേഖലയിൽ. പിന്നെ നമുക്ക് അവസാനമായിട്ട് ഏറ്റവും ടോപ്പ് കോഴ്സ് എന്ന് പറയാൻ പറ്റുന്നത് PharmD ആണ്. PharmDൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഡോക്ടർ എന്നുള്ള
പ്രിഫിക്സ് നമുക്ക് പേരിനോടൊപ്പം യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. ആക്ച്വലി ഡോക്ടറല്ല, കുറിപ്പ് എഴുതി കൊടുക്കാൻ പറ്റുന്ന ഡോക്ടേഴ്സ് അല്ല, ബട്ട് സ്റ്റിൽ ദേ ക്യാൻ യൂസ് ദ പ്രിഫിക്സ് ബിഫോർ ദയർ നെയിം, ഡോക്ടർ എന്നുള്ളത്. പിന്നെ ഫാംഡിയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിതിൽ നല്ലൊരു ഫ്യൂച്ചർ കാണുന്നുണ്ട്. ഒരു ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള കോഴ്സാണെന്ന് ഞാൻ പറയുള്ളൂ. ഒരു ഡോക്ടറേറ്റ് കോഴ്സാണ്. പിന്നെ ഇപ്പോൾ നിലവിൽ നമ്മുടെ യൂറോപ്യൻ കൺട്രീസിലൊക്കെ ആക്ച്വലി നമ്മൾ ഡോക്ടേഴ്സിനെ കൺസൾട്ട് ചെയ്യുകയാണെങ്കിൽ ഡോക്ടേഴ്സും ജസ്റ്റ് മോണിറ്റർ ചെയ്യുക മാത്രമേ ഉള്ളൂ. മരുന്ന് എഴുതുന്നതും പ്രിസ്ക്രിപ്ഷനും കാര്യങ്ങളൊക്കെ, എത്ര ഡോസിൽ മരുന്ന് കൊടുക്കണം, ഏതൊക്കെ മരുന്നുകൾ കൊടുക്കാൻ പറ്റും, ഏതൊക്കെ മരുന്നുകൾ ഈ പിന്നെ രോഗിക്ക് അലർജി കാര്യങ്ങൾ ഉണ്ടാക്കും എന്നുള്ളതിനെക്കുറിച്ചൊക്കെ ചിന്തിക്കുന്നതും അത് എഴുതുന്നതൊക്കെ ആരാണ്? ഫാംഡിക്കാരാണ്. ഓക്കെ. ഇവരുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡോക്ടേഴ്സിനോടൊപ്പം റൗണ്ട്സിന് പോകാനും പേഷ്യൻസുമായിട്ട് ഡയറക്റ്റ് ഇൻട്രാക്ട് ചെയ്യാനൊക്കെ പറ്റിയിട്ടുള്ള ഒരു ജോബാണ് ഈ ഫാംഡിക്കാർക്ക് ഉണ്ടാകുന്നത്. അപ്പോൾ ഈവൻ ഡോക്ടർ എന്നുള്ള ഒരു പ്രിഫിക്സ്, ഒരു പ്രിവിലേജ് നമുക്ക് വേണമെന്ന് ആഗ്രഹിക്കുകയും നീറ്റ് എഴുതിയിട്ട് നമുക്ക് വേണ്ടത്ര മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഫാംഡി നല്ലൊരു ഓപ്ഷനാണ്. കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ടാവും. അത്രയും ഡെഡിക്കേറ്റഡ് ആയിട്ട് പഠിക്കാനൊക്കെ ഓക്കെ ആണെങ്കിൽ നല്ലൊരു കോഴ്സാണ് ഈ ഫാംഡി എന്ന് പറയുന്നത്. പിന്നെ ഈ ഫാംഡിയുടെ ഡ്യൂറേഷൻ വരുന്നത് 6 ഇയേഴ്സാണ്. നമ്മുടെ യൂറോപ്യൻ കൺട്രീസിലൊക്കെ 2.5 lakh റുപ്പീസൊക്കെ സ്റ്റാർട്ടിങ് സാലറി വരുന്നതാണ്. MBBS പോലും 4 ഇയേഴ്സേ വരുന്നുള്ളൂ. ഫാംഡി വരുന്നത് 6 ഇയേഴ്സ് വരുന്നുണ്ട്. അപ്പോൾ അറിയാമല്ലോ അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. ഇന്ത്യയിലെ പല ഹോസ്പിറ്റലുകളിലും ഇപ്പോൾ സാറ് നേരത്തെ പറഞ്ഞ മാതിരി തന്നെ ഡോക്ടർമാരെന്ത് ചെയ്യുന്നുള്ളൂ, രോഗത്തെ കണ്ടെത്തുന്നുള്ളൂ. ബാക്കി മരുന്ന് ഏത് ടൈപ്പ് കൊടുക്കണം എന്നുള്ളത് ഇതാക്കുന്നത് ഈ ഫാംഡിക്കാർ തന്നെയാണ്. അത് നല്ല ഫ്യൂച്ചറിസ്റ്റിക് ആണ്. സാർ പറഞ്ഞ യൂറോപ്പിൽ മാത്രമല്ല, ഇപ്പോൾ ഇന്ത്യയിലും സാധ്യത കൂടുതൽ നമ്മുടെ ഒരു മേഖല. അതെ, മെട്രോ സിറ്റികളിലൊക്കെ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ മുംബൈയിലൊക്കെ വരുന്ന 5 സ്റ്റാർ ഹോസ്പിറ്റൽസിലൊക്കെ ഇപ്പോൾ ഫാംഡിക്കാർക്ക് ഓപ്പർച്യൂണിറ്റീസ് വന്ന് തുടങ്ങിയിട്ടുണ്ട്. അതെ അതെ. ഇനി ഇതിൻ്റെ ഇപ്പോൾ നമ്മളിപ്പോൾ ഡിഫാം ആയിക്കോട്ടെ, ഫാംഡി ആയിക്കോട്ടെ, ബിഫാം ആയിക്കോട്ടെ, ഇതിലേക്കൊക്കെ അഡ്മിഷൻ പ്രോസസ്സ് എങ്ങനെ വരുന്നത്? അതിൻ്റെ ക്രൈറ്റീരിയകൾ ഏതൊക്കെയാണ്? ഇവിടെ എന്താ വെച്ചാൽ ഫസ്റ്റ് ഓഫ് ഓൾ PCBക്കാർക്ക് ഇതിലേക്ക് എൻട്രൻസ് ഉണ്ട്, അഥവാ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി കഴിഞ്ഞിട്ടുള്ള ആളുകൾക്ക്. പിന്നെ ഇവിടെ ഒരു ഓഫറും കൂടി ഉണ്ട്, PCM കഴിഞ്ഞിട്ടുള്ള മാത്സ് പഠിച്ചിട്ടുള്ള കുട്ടികൾക്കും എന്ത് ചെയ്യാൻ പറ്റും, ഇതിലേക്ക് എലിജിബിൾ ആണ്. ബിഫാമിലേക്കാണെങ്കിലും ഫാംഡിയിലേക്കാണെങ്കിലും എലിജിബിൾ ആണ്. പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ ഡിഫാം പറഞ്ഞു, ഡിഫാം അത് വേറെ തന്നെയാണ്. ഡിഫാം എന്ന് പറഞ്ഞാൽ ഡിപ്ലോമ ആയതുകൊണ്ട് തന്നെ അത് റെഗുലേറ്റ് ചെയ്യുന്ന യൂണിവേഴ്സിറ്റി അല്ല, കേരള ബോർഡാണ് റെഗുലേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ LBS ത്രൂ അല്ല എന്ത് ചെയ്യുന്നത്, ഇവർ അപ്ലൈ ചെയ്യേണ്ടത്. ഡിപ്ലോമ ആഗ്രഹിക്കുന്ന ആളുകൾ DME, ഡയറക്ടറേറ്റ് ഓഫ് മെഡിക്കൽ എഡ്യൂക്കേഷൻ എന്നുള്ള പോർട്ടൽ ത്രൂ ആണ് അവർ അപ്ലൈ ചെയ്യേണ്ടത്. പിന്നെ ഈ ഡിപ്ലോമ കോഴ്സിൽ ഡിഫാമിൽ ഒരുപാട് പേര് വഞ്ചിക്കപ്പെടുന്നതായിട്ട് ഇപ്പോൾ നമുക്ക് കാണാൻ വേണ്ടി കഴിയും. കാരണം പലപ്പോഴും ഈ റിയൽ ഡിഫാം ആണെന്ന് കരുതിയിട്ട് പിന്നെ പല കുട്ടികളും എന്ത് ചെയ്യുന്നുണ്ട്, ബിവോക്കിൻ്റെ ഫാർമസി കോഴ്സുകളൊക്കെ ചൂസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് എന്ത് ചെയ്യാൻ കഴിയില്ല, നമുക്ക് ഫാർമസി തുടങ്ങാനോ അതുപോലെ തന്നെ ഫാർമസിയിൽ ലീഗലായിട്ട് വർക്ക് ചെയ്യാനൊന്നും എലിജിബിൾ അല്ല അവർ. മാത്രമല്ല ലാറ്ററൽ എൻട്രി ത്രൂ അവർക്ക് അപ്ഗ്രേഡ് ചെയ്ത് പോകാനുള്ള ഓപ്ഷനും അവർക്കില്ല എന്നുള്ളത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. പിന്നെ ഇതിൻ്റെ നമ്മുടെ അംഗീകാരങ്ങളൊക്കെ പ്രത്യേകമായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം. ഡിഗ്രി കോഴ്സസുകളായിട്ടുള്ള ബിഫാം, എംഫാം, ഫാംഡി ഇതൊക്കെ മാനേജ് ചെയ്യുന്നത് KUHS എന്നുള്ള നമ്മുടെ കേരള യൂണിവേഴ്സിറ്റി ഓഫ് ഹെൽത്ത് സയൻസ് ആണ് എന്ത് ചെയ്യുന്നത്, മാനേജ് ചെയ്യുന്നത്. അതിൻ്റെ അണ്ടറിലാണ് വരുന്നത്. പിന്നെ അതുപോലെ തന്നെ ഫാർമസി കൗൺസിൽ ഓഫ് ഇന്ത്യ PCIയുടെ അഫിലിയേഷനുള്ള ക്യാമ്പസാണ് എന്നുള്ള കാര്യം 100% നമ്മൾ ഉറപ്പുവരുത്തണം. കേരളത്തിൽ വലിയ കുഴപ്പമുണ്ടാവില്ല, നമ്മൾ അതർ സ്റ്റേറ്റിൽ കർണാടകയിലൊക്കെ പോവുകയാണെങ്കിൽ PCI ഉള്ള ക്യാമ്പസ് ആണോ എന്നുള്ള കാര്യം 100% ആലോചിക്കണം. കർണാടകയിലേക്കാണെങ്കിൽ പിന്നെ KUHS അല്ല, രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റിയുടെ അണ്ടറിലാണ് ഈ കോഴ്സസുകൾ വരുന്നത്. തമിഴ്നാട്ടിലാണെങ്കിൽ MGR യൂണിവേഴ്സിറ്റിൻ്റെ അണ്ടർ. അതെ അതെ.